ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ട് വന്നത്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തതാണ്. മൂന്നും ഒന്നിച്ചിട്ട് ചതച്ചെടുത്ത് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നെയ്യിൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇതൊരു നല്ലൊരു സ്മെല്ലിനും ടേസ്റ്റിനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് 4 സവാളയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം, വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് തക്കാളിയും ചേർത്തിട്ടുണ്ട്. 3 ചെറിയ തക്കാളിയാണ്. അത് വിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോൾ അതോടുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് വെന്തിട്ടും കിട്ടണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളം ഒക്കെ വറ്റി വരണം, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കിലോ തൂക്കമുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ നന്നായി മിക്സാക്കിയ ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായി ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കന് പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലോണം വെള്ളമുണ്ട്. ആ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കണം. പിന്നെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയെടുത്തു. അപ്പോൾ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലോണം വറ്റിയിട്ടൊന്നുമില്ല. ആ ഒരു സമയത്ത് നമ്മൾ മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. അപ്പോൾ മസാല ഫുള്ളായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കണ്ട, നമുക്ക് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടത്. ആ ഒരു സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ്സോളം അരിയുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾക്ക് വെള്ളം, നല്ല തിളച്ച വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് ആ ഒരു മസാലയും ഈ ഒരു വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ മസാലയിൽ ഉപ്പിട്ടതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല അതിന്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ ഇളക്കിയെടുക്കാം. സൈഡിലുള്ള അരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് ലെവലാക്കിയെടുത്ത് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സൈഡിൽ ചെറുതായിട്ടൊന്ന് വേവാത്ത അരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസി അല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിത് അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് രാത്രി തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.